അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 6ാമത്തെ പാഠം ആമിനു കമാ ആമനന്നാസ്. സ്വഹാബത്തിൻ്റെ വിശ്വാസം പോലെ നിങ്ങൾ വിശ്വസിക്കൂ. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്നാണ് ഹെഡിങ്. അതിൻ്റെ തെദ്രീബ ഖുറാസിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒന്ന് പൂർത്തിയാക്കാനാണ് നുക്കുമിലു. അവിടെ ഞാനിങ്ങനെ കളറ് മാറ്റി എഴുതിയേക്കാണ്. എൻ്റെ ശൈലി അങ്ങനെയൊക്കെ അറിയാമല്ലോ. വ തഫ്തരിഖു ഉമ്മത്തി അലാ ഡാഷ് മില്ല. എൻ്റെ ഉമ്മത്ത് ഡാഷ് വിഭാഗമായി വിട്ടുപിരിയും. അതാ സലാസിം വസബീന എന്ന് എഴുതി കൊടുക്കുക. 73. ഫവല്ലാഹി മാ യഖ്ഫ അലയ്യ ഖുശൂഉക്കും വലാ റുകൂഉക്കും ഡാഷ്. അല്ലാഹയാണേ സത്യം, നിങ്ങളുടെ ഖുശൂഉം നിങ്ങളുടെ റുകൂഉം ഒന്നും എനിക്ക് അവ്യക്തമല്ല. ഇന്നീ ലഅറാക്കും മിൻ വറാഇ ളഹ്രി എന്നാണ് ആ ഡാഷ് അവിടെ. പിന്നെ ഫകുല്ലി ഷഫീഅൻ യൗമ ഡാഷ് ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു പാടിയ പാട്ടിലെ അവിടെ ലാ ദു ഷഫാഅത്തിൻ അവിടെ അത് കൂട്ടിക്കൊടുക്കുക. ഒരു ഈത്തപ്പഴ നാരിൻ്റെ അത്ര പോലും ശുപാർശ ചെയ്യുന്ന ഒരാളില്ലാത്ത ദിവസം എനിക്ക്, അതായത് സവാദ് ബിൻ ഖാരിബിനത്ത് നിങ്ങൾ ഷഫീ ആയിട്ട് വരണേ നബിയേ. പിന്നെ 4 വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന വഡാഷ് ഇലർ റുസുലി ഇല്ലാ ഇലർ റുസുലി. അവിടെ ഡാഷ് വഅൈന ഫിറാറുൽ ഖൽഖ് വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന. ഞങ്ങൾക്ക് ഓടി വരാൻ അങ്ങല്ലാണ്ട് ഇല്ല നബിയേ. മുർസലീങ്ങളിലേക്കല്ലാണ്ട് സൃഷ്ടികൾ എങ്ങോട്ട് ഓടാനാണ്. 5 ഖുലിഖത മുബറഅൻ ഡാഷ് കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബ്. സർവ്വന്യൂനതകളിൽ നിന്നും മുക്തനാക്കപ്പെട്ട നിലയിൽ അങ്ങയെ സൃഷ്ടിക്കപ്പെട്ടു. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഇഷ്ടം പോലെ, താങ്കൾ ഇഷ്ടം വെച്ചതുപോലെ, തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ, തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെയുണ്ട്. ആകട്ടെ അവിടെ പൂരിപ്പിക്കുക. ഒക്കെ പഠിക്കണം, കാണാതെ കേട്ടോ. ഇനി നശ്റഹുൽ മഅന അർത്ഥം ഇതാണ്. ഇന്നഹു ലറസൂലുള്ളാഹ് വലൈസ യഅസി റബ്ബാ. എന്നർത്ഥം തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. അവർ തൻ്റെ രക്ഷിതാവിനെ ധിക്കരിക്കുകയുമില്ല. വലൈസ യഅസി റബ്ബാ, റബ്ബിനെ ധിക്കരിക്കുകയുമില്ല. 2 വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി. നിങ്ങളെക്കാൾ മനോഹരമായ ഒന്നിനെയും എൻ്റെ കണ്ണുകൾ ഒരിക്കലും കണ്ടിട്ടില്ല. 3 തോലഅൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാഇ. വദാഇ എന്ന മലയിടുക്കിൽ നിന്ന് ഞങ്ങളുടെ മേൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. ബദർ പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, വദാവ് പറഞ്ഞാൽ ഒരു മലയിടുക്കിൻ്റെ പറ്റി പറയും. മലയിടുക്ക് കേട്ടോ. വദായി എന്ന മലയിടുക്കിൽ നിന്ന് ഞങ്ങളുടെ മേൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. നകുതുബു ദലീലലിൽ അത്തിയ. ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ്. 1
നബി സല്ലല്ലാഹു ഉത്തരം കൊടുക്കല്ല, ശേഷമുള്ള കാര്യങ്ങൾക്ക് തെളിവ് പറയണം, തെളിവ് എഴുതണം. ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ശർഈയായ ദലീൽ പറയണം. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഈ പാഠത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയ തെളിവാണ് പറയണം, എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരം സ്പർശിച്ച വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കൽ തെളിവെന്താണ്? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സല്ലൽ ഗദാ ജാഅ ഖദമുൽ മദീനത്തി ബിആനിയതിഹിം ഫീഹൽ മാഉ ഫമാ യുതാ ബിഇനാഇൻ ഇല്ലാ ഗമസ ഫീഹി യദഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ മദീനയിലെ വേലക്കാർ വെള്ളമടങ്ങിയ പാത്രവുമായി നബിയിലേക്ക് വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്ന എല്ലാ പാത്രത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈമുക്കി കൊടുക്കാറുണ്ട്. എന്തിനാ കൊടുത്ത്? ബർക്കത്തുണ്ടായതുകൊണ്ട് തന്നെ അല്ലേ? ഇനി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായം മുക്കിയ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കൽ. കുപ്പായം ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടിക്കണ്, ഒരു കുയം എന്നുള്ള മീമും വിട്ടിക്കണം കേട്ടോ, ടൈപ്പിങ് സംഭവിക്കണതാ. ആയിഷ റളിയല്ലാഹു ഹദീസ് പറയാം, അസ്മാ റളിയല്ലാഹു അൻഹാ ഖറജത് ലനാ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ ജുബ്ബതൻ ഫഖാലത് هذه جبة رسول الله صلى الله عليه وسلم كانت عند عائشة حتى قبلت فقبلتها أنا فنحن نغسلها للمرضى يستشفى بها. ആയിഷ റളിയല്ലാഹു അൻഹായുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ ഒരു കുപ്പായം എടുത്തു കാണിച്ചു പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന കുപ്പായമാണ്. എൻ്റെ സഹോദരി ആയിഷ മരണപ്പെട്ടപ്പോൾ ഞാൻ എടുത്തതാണ്. രോഗികൾക്ക് വേണ്ടി ഈ കുപ്പായം കഴുകി കൊടുക്കാറുണ്ട്, അത് കാരണം രോഗം സുഖപ്പെടാറുമുണ്ട്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശഫാഅത്ത് ചോദിക്കൽ തെളിവുണ്ടോ? ഉണ്ട്. സ്വഹാബത്ത് ചെയ്തു, റസൂലുള്ള എതിർത്തിട്ടില്ല. അതിൻ്റെ തെളിവ് എന്താണ്? സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു പാടി, ഫകുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. ഈത്തപ്പഴക്കുരുവിൻ്റെ നടുവിലുള്ള നാരിൻ്റെ അത്ര പോലും ശഫാഅത്ത് ലഭിക്കാത്ത ദിവസം നബിയേ സവാദിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുമോ? അത് അറബികൾ ഉപയോഗിക്കുന്ന നമ്മളൊരു അണുമണത്തൊക്കെ എന്നൊക്കെ പറയില്ലേ, ഒരു കടുകിൻ്റെ അത്ര അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈത്തപ്പന കുരുവിൻ്റെ ചാലുണ്ടാവും, ആ ചാലും ഉണ്ടാവും ഒരു ഞാര്, ഒന്നും ഒരു കനമല്ലാത്ത വസ്തുവാണ്. ആ വസ്തുവിൻ്റെ അത്ര പോലും ശിപാർശ ലഭിക്കാത്തത് ഖിയാമത്ത് നാളിൽ സവാദിന് വേണ്ടി ശിപാർശ പറയൂലേ നബിയെ? അവിടുത്തെ എന്തേ പറഞ്ഞു? പോടാ അന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ല. 4 പ്രതിസന്ധി ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭയമായി കാണൽ. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു പാടി, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. നിങ്ങൾക്ക് നിങ്ങളിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും ഓടിപ്പോകാനില്ല. പ്രവാചകന്മാരിലേക്കല്ലാതെ ജനങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടത്? അഥവാ പ്രതിസന്ധികൾ അഭയം തേടേണ്ട സ്ഥലം ഞങ്ങളല്ലേ, മുർസലീങ്ങളല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പ്രവാചകന്മാരിലേക്ക് ഞങ്ങൾ ഓടിപ്പോകും. ഷഫാഅത്ത് ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവിടുത്തോട് സഹായം തേടോ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയൽ തെളിവ് പറയണം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പാടി, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി
كأنك قد خلقت كما تشاء. നബിയേ, അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒന്നും എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല. അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടുമില്ല. ഒരു ന്യൂനതയുമില്ലാതെ അങ്ങിഷ്ടപ്പെട്ടതുപോലെ അങ്ങയെ സൃഷ്ടിക്കപ്പെട്ടതുപോലെയുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പടച്ച റബ്ബേ, ആ മുത്ത് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മദ്ഹിലായി ജീവിച്ച് ആ മദ്ഹിലായി ലോകത്തോട് വിട പറയുന്നവരിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും നീ പെടുത്തണേ അല്ലാഹ്. അത് മാത്രം വലിയ പരിഹാരം. ഇനി അനുജീബു, ഉത്തരങ്ങൾ പറയാനാണ്. ആരാണ് മുസ്ലിങ്ങൾ വിജയിച്ച വിഭാഗം? അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ചേറ്റ് പിന്തുടരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് വിജയിച്ച വിഭാഗം. 2. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസീലയാക്കി ചെയ്യുന്ന ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദി ലിതുഖ്ളാ ലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. അർത്ഥം പാഠഭാഗത്ത് പഠിച്ചതല്ലേ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. നിന്റെ നബിയില്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിൻ്റെ നബി. അല്ലാ, ആ നബിയെ കൊണ്ട് നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. റബ്ബേ, എൻ്റെ ഈ ആവശ്യം നീ എനിക്ക് നിറവേറ്റി തരണേ. ആ നബിയെ നീ ഷഫിയായി സ്വീകരിക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചൊരു ദുആ. 3. സ്വർഗത്തിൽ കടക്കുന്ന ഏക വിഭാഗം ഏതെന്ന് ചോദിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയായി 2 റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഏതാണത്? ഒന്നുഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നും മറ്റൊന്ന് അസ്സവാദുൽ അഅലം എന്നുമാണ് ബഹുഭൂരിപക്ഷം. അഹ്ലുസുന്നത്തി വൽ ജമാഅ രണ്ടും ഒന്ന് തന്നെയാണ്. വന്ന റിവായത്തുകൾ 2 ഉണ്ട്. തഖ്സീസ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ വ്യക്തിത്വം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അസാധാരണ വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. കേവലം ഒരു നേതാവോ ഭരണാധികാരിയോ മാത്രമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് മാനവികതയുടെ പൂർണ്ണതയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അധികാരം കൈവന്നിട്ടും എളിമയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃക മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ശക്തനായ ഭരണാധികാരിയായിരുന്നിട്ടും ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും വഴി സ്വീകരിച്ച് ശത്രുക്കളോട് പോലും മാപ്പ് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് അസാധാരണമായിരുന്നു. സത്യത്തെയും വിശ്വാസത്തെയും സത്യസന്ധതയും വിശ്വസ്തതയും കൊണ്ട് ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയ ആ വ്യക്തിത്വത്തിൻ്റെ ഓരോ ചലനവും മനുഷ്യർക്ക് മാതൃകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. മിസ്ലു സവാബിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ
ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാര്, ഉപ്പമാര്, ഉസ്താദുമാര്, മശായിഖുമാര് അർവാഹിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും പരിപൂർണമായി പാപമോചനം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മശക്തി തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരായി ജീവിപ്പിക്കണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങളെ തൊട്ട് ഞങ്ങളെ അകറ്റണേ അല്ലാഹ്. മുഖീമുസ് സ്വലാത്തായി 5 വഖ്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്നവരായി ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.